കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്ക് സസ്പെൻഷൻ. കൊച്ചി മേയറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ബുധനാഴ്ച വൈകിട്ടാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്വപ്ന വിജിലൻസ് പിടിയിലായത്. ഇവരെ തൃശൂർ വിജിലൻസ് കോടതി വ്യാഴാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു. കൊച്ചി കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ എ സ്വപ്നയെ ബുധനാഴ്ച വൈകിട്ടാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഇവർ റിമാൻഡിലാണ്. കൊച്ചി മേയർ എം അനിൽകുമാർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തത്. നടപടി സർക്കാർ അംഗീകാരത്തിനായി അയച്ചിട്ടുണ്ട്. 3 നില അപ്പാർട്ട്മെന്റിലെ 20 ഫ്ളാറ്റുകൾക്ക് നമ്പറിട്ട് നൽകുന്നതിനാണ് സ്വപ്ന കൈക്കൂലി ആവശ്യപ്പെട്ടത്. പരാതിക്കാരൻ ജനുവരിയിൽ അപേക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നടപടി വൈകിപ്പിച്ചു. നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടും നമ്പർ ലഭിക്കാതെ വരികയും ഒരു നിലയ്ക്ക് 5000 രൂപ വീതം 15000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തതോടെ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചു. തൃശൂർ സ്വദേശിയായ ഇവർ കുടുംബവുമായി നാട്ടിലേക്ക് പോകും വഴി പൊന്നുരുത്തിക്ക് സമീപം കാറിൽ വെച്ച് പണം വാങ്ങുകയും വിജിലൻസ് കൈയോടെ പിടികൂടുകയുമായിരുന്നു. പിന്നീട് വൈറ്റില സോണൽ ഓഫീസിൽ വിജിലൻസ് CI ഫിറോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ പിടിച്ചെടുത്തു. സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം വിജിലൻസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ കാറിൽ നിന്ന് പിടിച്ചെടുത്ത 45,000 രൂപയും കൈക്കൂലി പണമാണോ എന്നും അന്വേഷണം നടക്കുന്നു. വിജിലൻസ് തയ്യാറാക്കിയ കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ പ്രധാനിയാണ് പിടിയിലായ സ്വപ്ന എന്നാണ് വിവരം. കൈരളി ന്യൂസ്, കൊച്ചി.